നമസ്തേ, ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പഴയ രീതിയിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് ആ ഓണം കാണുന്നതെന്ന് വെച്ചാൽ അതങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക്. പണ്ടത്തെ ഓണം ഇപ്പം എങ്ങനെയായാലും നമ്മൾ ഏതൊക്കെ രീതിയിൽ ആർഭാടമായിട്ട് ആഘോഷിച്ചാലും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു മനോഹാരിത, ആസ്വാദ്യകരമായിട്ടുള്ള ആ ഒരു ഇതിപ്പോൾ കിട്ടുന്നില്ല. എന്നാലും ഞാനത് എങ്ങനെയാണ് ആ ചടങ്ങുകൾ, തിരുവോണത്തിൻ്റെ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉത്രാടത്തിൻ്റെ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ അണിഞ്ഞ് ഇടണം. മഹാബലിയെ വെക്കുന്ന സ്ഥലം അണിഞ്ഞിടണം. അതിനുവേണ്ടി കുറച്ച് പച്ചരി കുതിർത്തിയെടുത്ത് അരച്ചതാണ് ഇത്. അതിൽ നമ്മൾ കാവുത്തിൻ്റെ ഇല കൊണ്ട് പിടിച്ചിട്ടാണ് നമ്മൾ അണിയണത്. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചാണം മെഴുകിയ മുറ്റത്ത് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കും, പിന്നൊരു വര വരയ്ക്കും, വീണ്ടും ഒരു വര വരയ്ക്കും, പിന്നെ ഒരു വര വരയ്ക്കുക, പിന്നെ സെക്ഷൻ തിരിക്കുക, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് മഹാബലിയൊക്കെ അണിഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ അണിഞ്ഞെടുത്തതാണ് ഇതാ ഒരു മാവേലിക്ക് വെക്കാനായിട്ടുള്ള പലക, അതുപോലെ ചെറിയ ചെറിയ കുട്ടി മാവേലികൾ. ഇത് ഏറ്റവും വലിയ മഹാബലിയുടെ ഇത്, അതുപോലെ തന്നെ 2 ചെറുത്. അതുപോലെ നമ്മൾ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. തുളസിപ്പൂവ് ധാരാളം കിട്ടിയിട്ടുണ്ട്, തുമ്പപ്പൂവ് കിട്ടിയിട്ടില്ല. ഇതൊക്കെ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. നാളെ ഓണം ഓണം കൊള്ളുക എന്ന് പറയാം. അതും നാളെ വെളുപ്പിന് ചെയ്യേണ്ട സംഗതിയാണ്. ഇതൊക്കെയാണ് മഹാബലിയുടെ സംഗതികൾ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇനി തേങ്ങ, എടങ്ങഴി, ഈ വക സംഗതികൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ അണിഞ്ഞു വെച്ചു. ഇനി ഇതാ നിറനാഴിയിൽ എടങ്ങഴിയിൽ നിറച്ച് വെച്ചിട്ട് പിന്നെ മകുടുള്ള തേങ്ങ വേണം, അതിങ്ങനെ വെക്കണം. അതുപോലെ തന്നെ ഇതാ ചാണ, അതുപോലെ ഇത് ചന്ദനമുട്ടി. ഇത് നാളെ അരയ്ക്കാൻ പാടുള്ളൂ, ഇത് എടുത്ത് വെക്കാനേ പാടുള്ളൂ. അതുമാതിരി അഷ്ടമംഗല്യം ഉണ്ടോ, കുങ്കുമം, ഇതൊക്കെ കൺമഷി. അതുപോലെ നാളെ ഉടയ്ക്കാനുള്ളൊരു തേങ്ങ, പൂവ്, അതുപോലെ ഇല അണിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ഇല അണിഞ്ഞത് ഭഗവാനെ ഇരുത്താനായിട്ടുള്ള ഇലയാണത്. ഇത്ര സംഗതികൾ തലേദിവസം ഒരുക്കി വെക്കണം.